ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പം ഞാനിവിടെ സാരി ഓൾറെഡി ഉടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇതെല്ലാ സ്കിൻ ടോണിനും പറ്റിയ മോയ്സ്ചറൈസറാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്. അപ്പോൾ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണ്. ഇവിടെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ മഴയായതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. ശരിക്കും അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കളർബാറിൻ്റെ പ്രൈമറാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടും നമ്മുടെ ഫേസിന്. നമുക്ക് പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ മിനിമൈസ് ചെയ്യാൻ ഈ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ പറ്റും. ഇനി ഞാനൊരു ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല, പകരം ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു ഷിയർ കവറേജുള്ളൊരു കൺസീലറാണ്. ആദ്യം ഇതിൻ്റെ ഷെയ്ഡ് കണ്ട സമയത്ത് ഞാൻ ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് ഫൗണ്ടേഷനായാലും കൺസീലറായാലും ബ്ലെൻഡ് ചെയ്യുന്നത് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ ബ്യൂട്ടി സ്പഞ്ചോ അതുപോലെ ബ്രഷ് ആയാലും അധികം ബ്രഷ് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ബ്യൂട്ടി സ്പഞ്ച് എനിക്ക് പൊതുവേ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ലെങ്കിലും കണ്ണിൻ്റെ മുകളിലും ഞാനൊന്ന് കൺസീൽ ചെയ്യുന്നുണ്ട്. മെബിലിൻ്റെ ഫിറ്റ് മീ കോമ്പാക്റ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് കുറച്ചൊരു ഓയിലി ആയിട്ട് നന്നായിട്ട് ഓയിലി ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓർത്രതത്തിൻ്റെ ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്, ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു നാച്ചുറൽ ഫിനിഷ് കൊടുക്കുന്നതാണ്. സ്കിന്ന് കുറച്ച് ഗ്ലോയി ആയി തോന്നാൻ മാക്കിൻ്റെ സ്ട്രോബെറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റിങ് ഭയങ്കരമായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിങ്. ലിപ്സ്റ്റിക് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ റേഞ്ചിൽ വരുന്ന സെഡക്ട്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്, പക്ഷേ ഫേസ് സ്കിൻ ടോണിന് മാത്രമേ ചേരുള്ളൂ. പിന്നെ അതുപോലെ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് റിമൂവർ വെച്ച് നന്നായിട്ട് ഉരച്ചാൽ മാത്രമേ ഈ ലിപ്സ്റ്റിക്ക് പോവുള്ളൂ. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് മമാ എർത്തിൻ്റെ ന്യൂഡ് പഞ്ചുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു ലിപ്പ് ലൈനർ കൂടി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ലാസ്റ്റാണ് ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത്. ബ്ലൂ ഹെവൻ്റെ കാജലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനത് ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള ഐസ് വേണ്ട, കുറച്ചൊരു ബ്ലെൻഡാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മേലെ ഞാൻ കാജൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്, ഐലൈനർ ഇടുന്നില്ല. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്മോക്കി ഒന്നും അല്ലെങ്കിലും കുറച്ചൊരു ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്.
മാർസിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു കുറച്ചൊരു ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് ന്യൂഡ് ഷെയ്ഡും അതുപോലെ ബ്രൗൺ കുറച്ചൊരു ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു 2 ഷെയ്ഡാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ഐ ഷാഡോ എടുത്ത് കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അധികം കാണാത്ത രീതിയിൽ എന്നാൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് മുടിയിലാണ് ഞാൻ ലാസ്റ്റ് സ്റ്റക്ക് ആവാറ്. അപ്പോൾ അവസാനം ഞാൻ മുടി ഓപ്പൺ ആക്കി ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റഡ് കമ്മലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഹാങ്ങിങ്സ് അങ്ങനെ പൊതുവെ ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഒരു ബ്ലൂ കളർ കുപ്പിയോള, ബ്ലൂ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ബ്ലൂ കളർ കുപ്പിയോളയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു പൊട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് ഞാൻ ഫോട്ടോ കൊടുക്കാം. ഒരു മഴക്കാറൊക്കെ ആയതുകൊണ്ട് തന്നെ ഫോട്ടോ അത്ര ഭംഗിയായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.